ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളെ എത്രാമത്തെ ദിവസടാ? 4th ഡേയാ? ആഹാ, നമ്മളെ 4th ഡേ ഓഫ് ട്രാവലിംഗ് ഫ്രം കാസർഗോഡ് ടു തിരുവനന്തപുരം. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് മലപ്പുറം ബോർഡറിലാണ്. അപ്പോൾ പിന്നെന്താ, ഇന്ന് നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശരി ഗൈസ്, സമയം 12 മണിയാവാറായി. ഏകദേശം നല്ല ഉറക്കിട്ട് ഗൈസ്. അതിനിടയ്ക്ക് പിള്ളേർ ഒരു കസ്റ്റമറിനെ മീറ്റ് ചെയ്ത്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ നമ്മളെവിടെ ഉള്ള വേങ്ങര ടൗണിലാണ് ഗൈസ്. വേങ്ങര ടൗൺ നല്ല തിരക്കാണ് വേങ്ങര. മൂപ്പര് പറഞ്ഞ് ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗം പാണക്കാട് കഴിഞ്ഞു. ഹലോ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ അല്ലേ എത്താറായിന്നറ എത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ ഇവിടെ പള്ളിയുടെ ലൊക്കേഷൻ ഞാൻ അയച്ചെന്ന അല്ല, ഷോപ്പിംഗ് ലൊക്കേഷൻ. കാറിലൊരു ഗെയിം കളിക്കാം. അയ്യാ, ട്യൂട്ടോറിയൽ കാർ ഓട്ടാൻ. ഇതിൽ പഠിച്ചെങ്കിൽ കാർ ഓട്ടാൻ പഠിച്ചിരുന്നാലോ. ട്യൂട്ടോറിയൽ പറയുന്നത് ഫസ്റ്റ് ഇത് ഒട്ടിട്ട് ജയിക്കണം, കാർ ഓട്ടാൻ ജയിക്കണം. പുതിയ ഫീച്ചേഴ്സ് ആക്കണമെങ്കിൽ ഇതെന്ത് ഗെയിം? കുഴിയില് വീണേ. രാവിലെ എന്തപ്പാ ഋഷു അതിനല്ലോ രാവിലെ. ശരിപ്പോ എന്താണ് അഭിപ്രായം? 4 ദിവസം യാത്ര ചെയ്യുന്ന പറ. കുറച്ച് നല്ല മനുഷ്യന്മാരും സ്നേഹങ്ങളും പിന്നെ കേരള സ്റ്റോറി. അൻവർ എഡിറ്റിംഗ് മോഡിലാണ് ഗൈസ്. അൻവർ ഇല്ലേ ഇവിടെ? അൻവർ ഇവിടെ ഗൈസ്? അൻവറിനെ കാണുന്നില്ല. അൻവർ ഇവിടെ വിളിച്ചു നിന്നിട്ടുണ്ട് ഗൈസ്, എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതെന്ത് ഗെയിമാടാ? പുതിയ ഗെയിമാ? ചെക്കനെ ബോറടിച്ചിനെന്ന് പറഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ മൈദൻ്റെ ഒരു പള്ളിയിലാണുള്ള 4 കിലോമീറ്റർ അപ്പുറത്ത് പോയ മൈദീൻ ക്യാമ്പസ്. കസ്റ്റമറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ ഷെരീഫിച്ച കുറച്ച് ബൂസ്നസ് നോക്കുന്നുണ്ട്. നമ്മൾ അൻവർച്ച കുറച്ച് എഡിറ്റിംഗ് ചെക്കൻ എഡിറ്റിംഗ് കിങ് ആണ്. എഡിറ്റിങ്ങിൻ്റെ അല്ല, നമ്മളെടുത്ത് കിങ് ആണ്. പുറത്ത് പൊതുവെ നല്ല. ഓക്കെ, കണ്ണൂർ യൂത്ത് കോൺഗ്രസിലെ 1 പവൻ സ്വർണം ആക്രമിക്കുന്ന ദൃശ്യം കയ്യിലുണ്ടോ? പത്തനംതിട്ടയിൽ കുഴിമന്തി ഓഫർ. അപ്പൊ ആക്രമിച്ചതായി അബിൻ വർക്കി 1 ലക്ഷം രൂപ സമ്മാനം. അപ്പൊ ആക്രമിച്ചതായി മാർക്കറ്റ് സ്റ്റാർ തന്നെയാ. ചെക്കന് ഫുൾ ന്യൂസ് വായിക്കണം. പല്യോളാണ് ഇവൻ എത്ര മോനിക്കല്ലേ?
മൊഞ്ചൻ. ഒരുപാട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ബട്ട് എന്തും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നില്ല. എന്താ ഒരാഴ്ചയായിട്ട് പറയുന്നില്ലേ? ഒരാഴ്ചയായിട്ട് പറയുന്നുള്ള ഇത് തന്നെയാണ് പറയുന്നത്. അറിയില്ല. ഐ ഷുഡ് എന്ത് ഞാൻ ഇതിനോട് സംസാരിച്ച് പെഴുകണം. മെഴുകണം അത് വേറെ മീനിങ്. അതിൽ പെരക്കണോ? കാസർഗോഡ് ഭാഷ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നല്ല നല്ല വീഡിയോ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ വൺ ഡേ വീഡിയോകളെല്ലാം മുകളിൽ എത്തി ഇൻഷാ അല്ലാഹ് കാണാം. AC ഓൺ. ഗൈസ്, കുസ്കുസ് മലയിൽ നമ്മൾ ആട്ടിച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കഥ കേട്ടുകൊണ്ടിരിക്കുന്ന റാഹിലിനെ കാണാം. ഇവിടെ വന്ന് പെട്ട് ഗൈസ്. ക്ലൈന്റ് വേറെ അവിടെ പോയിട്ടുണ്ട്. കാട്ടിലെ ശരി മിഠായി സ്റ്റാൾ ഗൈസ് നിങ്ങൾക്ക് കാണാം. രാമാപുരം. നമ്മളിപ്പോൾ ഉള്ളത് രാമപുരം. അവിടെ മലയോര പ്രദേശത്തിലൊരു ബിൽഡിംഗ് കാണാം. ഇവിടെ കുറേ ബാങ്കുകളെ കാണാം. നോമ്പിന് ചെക്കന് തിന്നാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ നോക്കിയിട്ടെങ്കിലും വേറെ നിറച്ചോട്ടെ എന്നുള്ള ഇതിലാണ് നമ്മുടെ റാഹിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഗൈസ്, നമ്മളെ വാലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സൈഡ് വയ്ക്കാം. ഇവിടെ ഡാം പോലത്തെ ഒരു സാധനം കണ്ട് രാമപുരത്ത്. അവിടെ പാടുണ്ട്, അപ്പുറത്തെ പോണ്ട് എന്തോ ഉണ്ട്. അല്ല അതെന്ത് സോളാറാണോ എന്തോ ഉണ്ട് ഗൈസ്. ഓക്കെ, തെങ്ങിൻ തോട്ടവും ചുറ്റത്ത് പാടവും. വയലും പാടവും നല്ലടാ. നീ അങ്ങനെ പറയൂല, ഞാൻ റിപ്പീറ്റ് ആക്കി. ഇപ്പുറത്തെ എന്താ തോടും കാടും കറണ്ടിന്റെ കമ്പവും പില്ലർ. അവിടെ ഒരാള് അതെന്താ അത് നീ ചാണകം അല്ല ആ ദൂരത്ത് കാണുന്നുള്ള കണ്ണ് കാണുന്നില്ലേ? അതെന്താ ഇങ്ങനെ മോളിലേക്ക്? ഇവിടെ എന്തോ ടെന്റ് ഉണ്ട്. നല്ല റോഡാ, നോക്കിയാ ഇവിടെ എന്തോ ടെന്റ് ഉണ്ട്. ഇവിടെ മൊത്തം കൃഷിക്കാർ ഗൈസ്. ഈ സാധനമാണ് അവിടെ ഉള്ളത്. പുഴയല്ല ഗൈസ്, അതിങ്ങനെയുള്ള പ്ലാസ്റ്റിക് കെട്ടിയിട്ട് സ്ട്രോബെറി തോട്ടയോ ഗൈസ്. ഇവിടെ എന്തോ കല്യാണം പാലക്കാടിലെ ഭയങ്കര ലിംഗത്തിൽ കിട്ടുന്നു മോനെ. ഒരു ഡ്രോണും കൂടി മേങ്ങിട്ടുണ്ടെങ്കിലില്ല മോനെ, ഇൻഷാ അല്ലാഹ് വാങ്ങണം. ചായ കുടിക്കണം മോനെ. ഏത് വൈബല്ല നോമ്പല്ലേ? ഐ ലവ് കാറ്റാടിപ്പാടം. നോമ്പെല്ലാം കൂടെ ചായ കുടിക്കാൻ നല്ല വൈബ് ഉണ്ടാവും. നോമ്പ് കഴിഞ്ഞില്ലേ? പൈസ എത്ര എണ്ണ ഓടിയാട്ടി പെണ്ണും ചെക്കനും നടക്കട്ടെ. ഡ്രസ് എല്ലാം പക്ഷി പറഞ്ഞെടുക്കേ. നമ്മളെ കണ്ണ് കാണുന്നൊന്നും ക്യാമറയുടെ ലെൻസ് കാണുന്നില്ല. കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു. എല്ലായിടത്തേക്കും പോകുന്നു ഗൈസ്. എന്തും നടക്കുന്നില്ല ഇപ്പൊ. സെയിൽസ് വരും ഇൻഷാ അല്ലാഹ്. നാളെ വൈകുന്നേരം ഇന്നത്തെ രാത്രിന്റെ ഒരു സെയിൽസ് കൺഫർമേഷൻ വരും. മറ്റേത് രണ്ടെണ്ണം ആര്
ഇന്നൊരാൾ കൺഫർമേഷൻ തരുന്നില്ല, അതായത് ഉസ്താദ്. അയാളെ നാളെ വിളിക്കാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുള്ള് എല്ലാവരും ഉണ്ട്, നോമ്പ് പറഞ്ഞൊരു ടയേർഡിലാണ്. വളർന്ന് കിടന്നെത്തും ഇത്ര കിലോമീറ്റർ ഉണ്ട്. നമ്മളങ്ങനെ പൊന്നാനി വന്നിരിക്കുകയാണ്. പൊന്നാനി സയ്യിദ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയിലേക്ക്. പണ്ടത്തെ വൈബല്ലോ. ഇവിടെ വെക്കാം. അങ്ങനെ തപ്പി 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 തെരഞ്ഞ് അത് ഷോക്കാവും. നമ്മൾ കഴിഞ്ഞു. അങ്ങനെ ഒരു ഹോട്ടലിൽ കിട്ടി കഴിച്ചു. ഫുഡിൽ ഏകദേശം കാര്യം. സമയം കൃത്യം 11:25. റൈൽക്ക എന്താണ് ഇന്നത്തെ യാത്ര? മൂഞ്ചില്ല. മുഞ്ചിതല്ല, ഒരു കമ്മ കഴിഞ്ഞുള്ള ഇൻഷാ അല്ലാ ഒരു കമ്മാണ്. ചിക്കൻ്റെ ചില്ലേ പോലെ ചിക്കൻ ചില്ലി എത്ര വേണം? ആ ഒരു ഫുള്ളിൽ എത്ര വരും? നാലാൾക്ക് പറ്റുമോ? രണ്ടാണോ? ഞാൻ ആദ്യം ഒന്നും കൊണ്ടുവരും, നോക്കാം നമുക്ക്. ആ 10. എനിക്കെന്ത് അങ്ങനെ ഗ്രേവി ഉള്ളത്? എടാ നിനക്ക് ഫ്രൈഡ് റൈസാ പറഞ്ഞനാ? അപ്പം നീ ഫ്രൈഡ് റൈസ് പറഞ്ഞത് ചിക്കന് ഫുള്ള് ടെൻഷൻ. ഓർഡർ ആക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, കഴിച്ചിട്ട് ഇനി നേരെ തൃശ്ശൂർ വിടാണ്. അപ്പം നാളത്തെ വ്ളോഗിൽ ഇനി കാണാം. അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോൾ ബൈ ബൈ.